ഇതുപോലെ മഴ പെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നറിയാം. എന്നാലും കുറച്ച് ഭാഗമൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മഴയൊന്ന് നിൽക്കാൻ നോക്കി നിന്ന് വൈകുന്നേരം 5 മണിയായിട്ടോ. 5 മണിയായപ്പോഴത്തേന് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാടും പള്ളയും എല്ലാം ഉണ്ട്. കൂടുതലും ഇലച്ചെടികളാണ്, അതുകൊണ്ട് തന്നെ പുല്ലും ഇലച്ചെടിയും എല്ലാം കൂടെ നിന്ന് മൊത്തം ഒരു പച്ചമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 10 മണിപ്പൂക്കൾ ഉള്ളതുകൊണ്ട് മാത്രം ഇടയ്ക്ക് കുറച്ച് പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് പക്ഷെ ഒരു അരമണിക്കൂറുള്ള ക്ലീൻ ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് കയറേണ്ട വന്നു. മഴയൊക്കെ ചാറി. അപ്പോൾ കുറേശ്ശെ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പുല്ലൊക്കെ പറിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. 2 ദിവസം അതിനുള്ളിൽ തന്നെ എല്ലാം കാട് പിടിച്ച് പഴയതുപോലെ തന്നെ ആകും. നമ്മളിത് ഏറ്റുമാനൂരമ്പലത്തിൽ ഉത്സവത്തിന് നമ്മൾ മേടിച്ച റോസാ ചെടിയാണ്. അതിൽ കുറേയൊക്കെ പൂവുണ്ടായിരുന്നു, എല്ലാം കുഞ്ഞു പൂക്കളായിരുന്നു. ഇപ്പോൾ ഒരു വലിയ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ആ ചെടി അവിടെ നിന്ന് മാറ്റണ്ടെന്ന് വെച്ചു. വേറെ കുറേ ചെടികളൊക്കെ 10 മണിയൊക്കെ നിന്നിരുന്ന ചട്ടികളൊക്കെ നമ്മൾ അവിടുന്ന് മാറ്റി എല്ലാം നല്ല ഭംഗിയിൽ വെച്ചിട്ടില്ല കേട്ടോ. ഈ ഇത്രയും ഭാഗം മാത്രം നമ്മളൊന്ന് വൃത്തിയാക്കി വെച്ചു. ഈ റോസച്ചെടിയിൽ മുട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ നിർത്തിയത്. ബാക്കി റോസച്ചെടിയും 10 മണി എല്ലാം കൂടെ ഒരു ചട്ടിയിലായിരുന്നു. അപ്പം അതിൽ മുട്ടുകളൊന്നും ആയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം വാണ്ടറിങ് ജൂൻ്റെയൊക്കെ അടുക്കലേക്കൊന്ന് മാറ്റി വെച്ചു. അത്ര ഭംഗിയായിട്ടില്ലെന്നറിയാം, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഈ ഒരു ഭാഗം മാത്രം ക്ലിയർ ചെയ്തു. തലവേദന വില്ലനായിട്ടുള്ളത് കൊണ്ട് ഒരുപാട് സമയം ചെയ്യാനും പറ്റിയില്ല. ഈ വൈകുന്നേര സമയം പോലും ഇത്ര നേരം ഇത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ തോന്നി തുടങ്ങി. ഒരുപാട് സമയം നിന്ന് ചെയ്യാനും പറ്റില്ല. പക്ഷെ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആ കുഞ്ഞു സൗണ്ട് നമ്മുടെ ദേവൂട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും